മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം 5ാം ദിവസവും പുനരാരംഭിച്ചു. മക്ന ഇപ്പോൾ ആലത്തൂർ മാനുവയൽ വനമേഖലയിലാണുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഇർഫാൻ ചേരുന്നുണ്ട്. ഇർഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഇർഫാൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ദൗത്യസംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ആന ഇപ്പോൾ എവിടെയാണ്? കീർത്തി, ആന ഇപ്പോഴും വനം വകുപ്പിൻ്റെ ദൗത്യസംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. ആ വലയം ഭേദിച്ച് ആനയ്ക്ക് ഇതുവരെ പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ നിരീക്ഷണ വലയത്തിൽ നിൽക്കുമ്പോഴും പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇന്ന് ദൗത്യത്തിൻ്റെ 5ാം ദിനമാണ്. കർഷകൻ അജി കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 6ാം ദിനവും. അപ്പോൾ ഈ 5ാം ദിനം ദൗത്യസംഘത്തിൻ്റെ 5ാം ദിനത്തിലെ പ്രധാന വെല്ലുവിളി കൂടെയുള്ള മോഴയാന തന്നെയാണ്. മക്നയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന മോഴയാന മയക്കുവെടി സംഘത്തിന് നേരെ ഉൾപ്പെടെ പാഞ്ഞെടുക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അവരെ ആക്രമിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ആനയെ തുരത്തിയ ശേഷം മാത്രമേ ഈ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ വെടിവെക്കാൻ കഴിയൂ. മയക്കുവെടി വെക്കുമ്പോഴും മറ്റ് ചില വെല്ലുവിളികൾ നേരിടുന്നത് എനിക്ക് തൊട്ടുപിന്നിൽ കാണുന്നത് പോലെ ഈ പ്രദേശത്താണ് ഈ ആന ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലത്തൂർ എസ്റ്റേറ്റിൻ്റെ പരിസരത്ത് തന്നെയാണുള്ളത്. ആ മാനവയിൽ പ്രദേശത്തുണ്ട്. ഇത് പ്രധാന ഒരു എനിക്ക് തൊട്ട് സമീപമുള്ള ഒരു പ്രദേശം പ്രധാന ആനത്താരയാണ്. ആ ആനത്താരയിൽ മറ്റ് ആനകളുമുണ്ട് എന്നുള്ളതും ചെറിയൊരു വെല്ലുവിളിയാണ്. എങ്കിൽ പോലും റേഡിയോ കോളർ സിഗ്നൽ ലൊക്കേറ്റ് ചെയ്തും ഡ്രോൺ ഉപയോഗിച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്തുമുള്ള ആ ഒരു പരിശ്രമവും ദൗത്യം തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുറ്റിക്കാട് ഇത്രയും ആൾപ്പൊക്കത്തിലുള്ള കുറ്റിക്കാടും ഇതിന് കുറച്ചുകൂടെ അപ്പുറത്തെ പ്രദേശത്താണ്, അതായത് കുറച്ചുകൂടെ ഉൾവനത്തിലാണ്. ആ പ്രദേശത്ത് 3 ആൾ പൊക്കത്തിൽ വരെയാണ് കുറ്റിക്കാടുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രധാന വെല്ലുവിളികളെ തന്നെയാണ്. ഇതിനെ ഭേദിച്ച് വനം വകുപ്പിൻ്റെ സംഘങ്ങൾ രാവിലെ പുലർച്ചെ മുതൽ തന്നെ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു. ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും പ്രധാന വെല്ലുവിളികൾ ഇവ രണ്ടുമാണ്. എന്നാൽ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു ആശങ്ക ഈ വനം വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആനയ്ക്ക് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു ചെറിയ ആശങ്ക ഉള്ളതായി ഡ്രോൺ വിഷ്വലിൽ നിന്ന് വ്യക്തമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല, യഥേഷ്ടം കാടായതുകൊണ്ട് തന്നെ യഥേഷ്ടം അതിന് ഭക്ഷണം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം അവശനാവാത്ത നിലയിൽ പരന്ന് നടക്കാൻ ആനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വനം വകുപ്പിന് ചെറിയൊരു ഭീഷണി ഉയർത്തിയേക്കാം. എങ്കിൽ പോലും അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് വനം വകുപ്പ് ഇന്ന് മയക്കുവെടി വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തെ പ്രദേശത്ത് ഇന്നലെ രാത്രി പുലി ഇറങ്ങിയതായും വനം വകുപ്പിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാട്ടിക്കുളം ടൗൺ പ്രദേശത്ത്, അതായത് കാട്ടിക്കുളം ടൗൺ പ്രദേശത്താണ് പുലി ഇറങ്ങിയതായി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുലി ഇറങ്ങിയതായി വനം വകുപ്പിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥിരമായി പുലി സാന്നിധ്യമുള്ള പ്രദേശമാണ് എന്നാണ് പറയുന്നത്. വനമേഖല ആയതുകൊണ്ട് തന്നെയും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെയും പുലിയുടെ സാന്നിധ്യം അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് 10 കിലോമീറ്റർ മാറി ആണ് ഇന്നലെ രാവിലെ കടുവ ഇറങ്ങിയതായി പറയപ്പെടുന്നത്. ഏതായാലും വന്യജീവികൾ നിറയെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ആലത്തൂർ മീനവലി പ്രദേശം. മക്നയുടെ വിവരങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്ന ഇപ്പോഴും ഈ ആലത്തൂർ എസ്റ്റേറ്റിൽ തുടരുകയാണ്. കാട്ടിക്കുളം പനവല്ലി റോഡിലെ മാനുവയലിന് സമീപത്തെ വനത്തിൽ 2 കിലോമീറ്റർ ഉള്ളിലായാണ് ഇപ്പോൾ മക്നയുള്ളത്. അതായത് ഞാൻ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ട് പിറകിലായി 2 കിലോമീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ ആനയുള്ളത്. ഇന്നലെ രാത്രി അവസാനം സിഗ്നൽ ലഭിച്ചത് 9:30 കൂടിയാണ്. അവിടെ തോൽപ്പെട്ടി റോഡ് കടന്ന് ആന ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അതായത് ഇതാണ് തോൽപ്പെട്ടി റോഡ്. ആ റോഡ് കടന്ന് ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. ഏതായാലും ദൗത്യസംഘം ഇപ്പോൾ വനമേഖലയിലേക്ക് തങ്ങളുടെ ദൗത്യത്തിനായി തിരിച്ചിട്ടുണ്ട്. പല സംഘങ്ങളായി തിരിഞ്ഞ് ആനയെ വളഞ്ഞ് ആന നിൽക്കുന്ന പ്രദേശം വളഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരല്പസമയം കഴിയുമ്പോൾ ആനയെ തുരത്തി കുങ്കിയാനയുടെ സഹായത്തോടെ തുരത്തി റോഡിലേക്ക് എത്തിച്ച് വെടിവെക്കാനാണ് ഇന്നും അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ ഉള്ളത്. കോന്നി സുരേന്ദ്രനും ഭരതും വിക്രമും സൂര്യയും ഉൾപ്പെടുന്ന 4 കുങ്കിയാനകൾ സജ്ജമായി അവർ കാട്ടിലേക്ക് തങ്ങളുടെ ഇന്നത്തെ ദൗത്യത്തിലേക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ദൗത്യസംഘങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും സംയുക്ത സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ തിരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡ്രോണിൽ തങ്ങളുടെ വനം വകുപ്പിൻ്റെ നിരീക്ഷണ ഡ്രോണുകളിൽ ആനയുടെ ദൃശ്യങ്ങൾ ഇന്നും പതിഞ്ഞിട്ടുണ്ട്. ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ നൽകുവാൻ കഴിയുന്നത്. ഏതായാലും
ഉടൻ തന്നെ വയനാട്ടുകാർക്ക് അല്ലെങ്കിൽ മാനന്തവാടിക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ട് ആ ആനയെ പിടികൂടും, മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഇർഫാനാണ് വിവരങ്ങൾ.